സൃഷ്ടിപ്രഭാവം തനിക്കുണ്ടാകണേ എന്ന് ബ്രഹ്മദേവൻ അപേക്ഷിച്ചപ്പോൾ വൈകുണ്ഠമൂർത്തി തന്റേതു തന്നെയായ ഒരു പൂജാവിഗ്രഹം നൽകുകയുണ്ടായി. ആ പൂജാവിഗ്രഹം ബ്രഹ്മാവ് സന്താനങ്ങൾ ഉണ്ടാകാതിരുന്ന സുതപസ്സിനും പ്രശ്നിക്കും ദാനം ചെയ്തു. അവരടുത്ത ജന്മത്തിൽ കശ്യപനും അതിഥിയുമായപ്പോഴും വീണ്ടും വസുദേവനും ദേവകിയുമായി ജനിച്ചപ്പോഴും അതേ വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ദ്വാരകയിൽ പ്രതിഷ്ഠിച്ചിരുന്ന ആ വിഗ്രഹം ഭക്തന്മാർക്ക് സകല ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്യും മുമ്പ് ഉദ്ധവരെ വിളിച്ച് താമസിയാതെ ദ്വാരക സമുദ്രത്തിനടിയിലാകുമെന്നും അതിനു മുമ്പ് ആ വിഗ്രഹം എടുത്ത് സജ്ജനങ്ങൾ താമസിക്കുന്നിടത്ത് പ്രതിഷ്ഠിക്കണമെന്ന് ദേവഗുരുവായ ബൃഹസ്പതിയെ അറിയിക്കണമെന്ന് പറയുകയും ചെയ്തു. ദേവഗുരുവും ശിഷ്യനായ വായു ഭഗവാനും എത്തുമ്പോഴേക്കും ദ്വാരക ഇവിടമാണ് ഈ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് ഏറ്റവും അനുയോജ്യം. ഞാൻ പ്രചേതസുകൾക്ക് ഗീത ഉപദേശിച്ചത് ഇവിടെ വച്ചാണ്. ധർമ്മലോപം കൂടാതെ ജീവിക്കുന്നവർക്ക് ആഗ്രഹസാധ്യത്തിന് ഈ കലിയുഗത്തിൽ ഇതുപോലെ മറ്റൊരു സ്ഥലവുമില്ല. ഗുരുവും വായുവും കൂടി ഈ പ്രതിഷ്ഠ നടത്തുന്നതിനാൽ ഇവിടം ഗുരുവായൂപുരം എന്നറിയപ്പെടട്ടെ. ശുഭം ഭവിക്കട്ടെ. ദേവഗുരുവും വായു ഭഗവാനും കൂടി അവിടെ വിഗ്രഹപ്രതിഷ്ഠ നടത്തുകയും പിന്നീട് വിശ്വകർമ്മദേവൻ ക്ഷേത്രം പണിയുകയും ചെയ്തു. അങ്ങനെ ഈശ്വര ചൈതന്യത്തിൽ ലയിക്കുവാനായി ശ്രീകൃഷ്ണ പരമാത്മാവ് ദേഹത്തോടുകൂടി ഈ ഭാർഗവക്ഷേത്രത്തിലേക്ക് പോരുകയും സാക്ഷാൽ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിൽ കലിമലദോഷം ഏൽക്കാതെ ഭക്തന്മാരെ കാത്തുരക്ഷിച്ച് വാണരുളുകയും ചെയ്തു. ഭക്തിയോട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയുണ്ടായ എത്രയോ അനുഭവങ്ങളുണ്ട്. പരീക്ഷത്തിന്റെ മകനായ ജനമേജയ മഹാരാജാവ് സർപ്പസത്രം നടത്തി. സർപ്പഹോമത്തിന് ശേഷം അതികഠിനമായ കുഷ്ഠരോഗത്താൽ ദുഃഖിതനായ അദ്ദേഹത്തോട് കൊട്ടാരത്തിൽ വന്ന അത്രേയ മഹർഷി അരുളി ചെയ്തു, ഭാർഗവക്ഷേത്രത്തിൽ ഗുരുവായൂർ എന്നൊരു പുണ്യസ്ഥലമുണ്ട്. അവിടെയുള്ള മഹാക്ഷേത്രത്തിൽ ശ്രീഹരിയുടെ ചൈതന്യം മൂർത്തിമത്തായി പ്രകാശിക്കുന്നു. അവിടെ ചെന്ന് ഭജിച്ചാൽ ഉദ്ദിഷ്ട ഫലം സിദ്ധമാണ്. ആത്രേയ മഹർഷിയുടെ ഉപദേശപ്രകാരം ജനമേജയൻ പത്നീസമേതം ഗുരുവായൂരപ്പന്റെ സന്നിധിയിലെത്തി. ഭഗവാനെ, അടിയൻ അവിടുന്ന് എല്ലാ സൗഭാഗ്യങ്ങളും തന്നു. ഒപ്പം ഈ മാറാരോഗം മഹാരാജാവായിട്ട് എന്ത് പ്രയോജനം? അടിയനെ കാണുമ്പോൾ ആളുകൾ അറപ്പോടുകൂടി ഓടി ഒളിക്കുന്നു. ദൈവമേ, ഈ ദുരിതത്തിൽ നിന്നും അടിയനെ കരകയറ്റണം. ഇന്ന് 41ാമത്തെ ദിവസമാണ്. വേദന കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഇല്ല, ദൈവത്താൽ വെറുക്കപ്പെട്ടവനാണ് ഞാൻ. എന്റെ പ്രാർത്ഥന ആര് കേൾക്കാൻ? ഗുരുവായൂരപ്പൻ കരുണാമൂർത്തിയാണ്. അദ്ദേഹം നമ്മെ കൈവിടുകയില്ല. ഉറങ്ങാൻ നോക്കാം. ദൈവമേ, ഇതെന്റെ അവസാനത്തെ കിടപ്പായിരുന്നെങ്കിൽ
അടിയനെ ഇനിയും പരീക്ഷിക്കുകയാണ്. ഈ ഉള്ളവൻ ഈ മഹാരോഗത്തിൽ നിന്നും മോചനമില്ലേ കൃഷ്ണ? ഗുരുവായൂരപ്പ, സമസ്ത ലോകത്തിന്റെ ദുഃഖപരിഹാരത്തിന് നിലകൊള്ളുന്ന അങ്ങേക്ക് എന്റെ ഈ ദുഃഖം മാത്രം അകറ്റാൻ കഴിവില്ലെന്നോ? കൃഷ്ണ, ഇനി അര നിമിഷം പോലും അടിയന് ജീവിക്കണമെന്നില്ല. ഈ ദുഷ്ടാത്മാവിനെ അഗ്നി പരീക്ഷണത്തിൽ നിന്ന് രക്ഷിക്കില്ലേ? ഈശ്വര, വിളിക്കൂ, അടിയനെ അങ്ങ് വിളിക്കൂ, അടിയനെ അങ്ങ് വിളിക്കൂ. കൃഷ്ണ, 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 ഞാൻ മനസ്സില്ല. ഇതാ നോക്കൂ. ഗുരുവായൂരപ്പ, ആ പാദപത്മം ആശ്രയിക്കുന്ന ആരെയും ആ സ്നേഹസ്വരൂപൻ കൈവിടുകയില്ല. ഗുരുവായൂരപ്പ, ഭക്തിയോട് ആ തൃപ്പാദങ്ങളിൽ അഭയം പ്രാപിക്കുന്നവരെ ഒരിക്കലും ആ കരുണാമയൻ കൈവിടില്ല. സ്വാമി, സന്ധ്യാവന്ദനത്തിന് സമയമായി. ശരി, ഇനി നാളെ ആകട്ടെ.